നേന്ത്രവാഴ കൃഷിയെയാണ് ഗ്രീൻ ട്യൂബിന്റെ ഈ പുതിയ അധ്യായത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. മലയാളിയുടെ എക്കാലത്തെയും ഗൃഹാതുരമായ ഒരു ഫലമാണല്ലോ നേന്ത്രപ്പഴം. തൃശൂർ ജില്ലയിൽ അടാട്ട് എന്ന പരിഷ്കൃത ഗ്രാമത്തിൽ നിന്നും തെല്ലൊന്നു മാറി കോൾപ്പാടങ്ങൾക്ക് നടുവിലായി നിൽക്കുന്ന തുരുത്ത് എന്ന സ്ഥലത്താണ് ആയിരക്കണക്കിന് നേന്ത്രവാഴകൾ കാറ്റിലാടി കഥ പറഞ്ഞു നിൽക്കുന്നത്. അടാട്ട് സ്വദേശി ബിജു എന്ന ചെറുപ്പക്കാരനും അച്ഛൻ മോഹനനും ഒപ്പമുള്ള ഏതാനും തൊഴിലാളികളുമാണ് ഈ പ്രദേശത്തെ നേന്ത്രവാഴകളുടെ സ്വർഗരാജ്യമാക്കുന്നത്. മോനോട്ട് ഇവിടെ ഇപ്പം എത്ര വാഴയുണ്ട് ശരിക്കും? ഇവിടെ 4500. എത്ര സ്ഥലത്ത് ഇത് ചെയ്തിരിക്കുന്നത്? 16 ഏക്കറാണ്. എല്ലാം നേന്ത്രവാഴ തന്നെയാണോ വെച്ചിരിക്കുന്നത്? നേരിക്കതിന് നമ്മളിപ്പം ഈ അമ്പലത്തിലേക്കൊക്കെ ഓക്കെ. ഇതിപ്പം എത്ര വർഷമായി ശരിക്കും ഇങ്ങനെ നമ്മുടെ സ്ഥലം എടുത്തിട്ട്? 4ാമത്തെ വർഷം. മകൻ മാത്രമാണോ സഹായത്തിന്? വേറെ ആരെങ്കിലും? കുടുംബസമേതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനിപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ വളങ്ങളാണ് നൽകുന്നത്, അതുപോലെ ഇതിന് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്? ഫസ്റ്റില് നമ്മൾ ചെയ്യുന്നത് കോഴിക്കാട്ടാണ്. പിന്നെ ഇംഗ്ലീഷ് വളം കൂടുതൽ ചേർക്കുന്നില്ല. 2 പ്രാവശ്യം ഈ കൊല വെട്ടണതിന് കൂടുതൽ 2 പ്രാവശ്യം. 4 വർഷത്തോളമായി നേന്ത്രവാഴ കൃഷി വിജയകരമായി ചെയ്യുന്ന ഇവർ കാർഷിക മേഖലയിൽ വേറിട്ടൊരു വിജയഗാഥയാവുകയാണ്. തികച്ചും ജൈവ രീതിയിൽ തുടരുന്ന ഇവരുടെ നേന്ത്രവാഴത്തോട്ടത്തിൽ 5000 വാഴകളാണ് ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മളിവിടെ ഒരു 5000 വാഴകളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അതിലിപ്പോൾ കാറ്റായിട്ട് കുറച്ച് വാഴകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ വാഴ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 മാസം കൊണ്ട് നമ്മൾ വാഴ കൊലയ്ക്കുക. അത് കഴിഞ്ഞ് 9 മാസത്തിനുള്ളിൽ നമുക്ക് കൊല വെട്ടാം. ഇതിനിപ്പോൾ വരുന്ന പ്രധാന കീടങ്ങൾ എന്തൊക്കെയാണ്? കൊമ്പൻ ചെള്ളി, അതുമാതിരി മറ്റേ ഈ തെങ്ങിനൊക്കെ കുത്തുന്ന ഒരു സൈസ് ചെള്ളി, അതൊക്കെ ആകുമ്പോൾ ഈ വാഴയുടെ കിടക്കിൽ വന്നിട്ട് കുത്തും. പിന്നെ ഇങ്ങനെയുള്ള ഈ പോളയുടെ ഇടയിലൊക്കെ കൊമ്പൻ ചെള്ളി മുട്ടിടും. അപ്പം അതിനാണ് നമ്മൾ ഈ ചാണം പുളിപ്പിച്ച് അതുമാതിരി വെല്ലം, അതുമാതിരി കാന്താരി മുളക്, അതുമാതിരി ഈ തൈര് അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വെച്ച് പുളിപ്പിച്ച് അതരിച്ചിട്ട് നമ്മൾ കുറ്റിയിലാക്കിയിട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ കീടങ്ങൾക്കൊക്കെ ഈ ചെള്ളിന്, കൊമ്പൻ ചെള്ളിക്ക് അതിനൊക്കെ ഭയങ്കര ഇതുണ്ട്. പിന്നെ നമ്മൾ തോട്ടം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഉണ്ട ശർക്കരയില്ലേ, അതും ചാളയും കൂടിയിട്ട്, ചാളയുടെ തലയൊക്കെ കളഞ്ഞിട്ട് ഈ ഉണ്ട ശർക്കരയും കൂടിയിട്ട് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് അത് കെട്ടിവെക്കും ഒരു 40-41 ദിവസം. അത് 41 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം ചാളയൊക്കെ കൂടി നന്നായി ഈ വെള്ളം അരിയുണ്ട്. അത് നമ്മൾ പിഴിഞ്ഞ് ഒരു തോർത്ത് മുട്ടിൽ എന്തെങ്കിലും അരിച്ചിട്ട് അത് ഒരു 10 ലിറ്ററിൻ്റെ കുറ്റിക്ക് ഒരു 5 മില്ലി ഇതൊഴിച്ചിട്ട് നമ്മൾ തുടത്തിന് അടിച്ചു കൊടുക്കും. തൃശൂർ മാർക്കറ്റിലും സഹകരണ ബാങ്കിന്റെ പച്ചക്കറി മാർക്കറ്റിലും ഇവർ നേന്ത്രവാഴ കുലകൾ വിറ്റഴിക്കുന്നു. അതുപോലെ തന്നെ പ്രാദേശികമായുള്ള പച്ചക്കറി കടകളിലും ഇവർ നേന്ത്രവാഴ കുലകൾ വിതരണം ചെയ്യുന്നുണ്ട്. അടാട്ടിനോട് ചേർന്നുള്ള പ്രദേശമായ മുതുവറയിൽ ഏകദേശം 90 കർഷകരുമായി ചേർന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു കാർഷിക കൂട്ടായ്മ എല്ലാ ശനിയാഴ്ചയും നേന്ത്രവാഴ കുലകൾ വിതരണം ചെയ്യുന്നത് ഇവരുടെ മറ്റൊരു സംരംഭമാണ്. ഇക്കൂട്ടത്തിൽ കർഷക സംഘത്തിലെ എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പലതരം പച്ചക്കറികളും കൊണ്ടുവന്ന് വിൽപ്പനയ്ക്കായി ഒരുക്കുന്നു. മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 110 രൂപ വെച്ചിട്ട് കമ്മീഷൻ പോകും. ഇറക്ക് കാശ് പോകും, വണ്ടി കാശ് പോകും. പിന്നെ ഒരു 2 തരം 3 തരം അങ്ങനെയൊക്കെ കായകളൊക്കെ മാറ്റി ഒരു ലേശം മോശമാണെങ്കിൽ അത് 2ാം തരം അങ്ങനെ. അപ്പൊ ഇതിന് 50 രൂപ വരെ ഉണ്ടെങ്കിൽ 2ാം തരത്തിന് ചിലപ്പോ 30 രൂപ 35 രൂപ അങ്ങനെയുള്ള റേറ്റിലൊക്കെ. ഇതിന് തുടം വെക്കാനും അതുപോലെ കൂടുതൽ മുഴുപ്പുണ്ടാവാൻ തുടം വരുന്ന പറയണത്. പിന്നെ തുടത്തിന് ആയുർവേദം മരുന്ന് ഇറങ്ങിയിട്ടുള്ളത്. വേറെ ഇപ്പൊ കാറ്റ് ഇതിന് വലിയൊരു പ്രശ്നമായിട്ട് വരാം. കാറ്റ് വലിയൊരു പ്രശ്നം. 3 കൊല്ലമായിട്ട് നഷ്ടം തന്നെ നമുക്ക്. ഇത്തവണ കമ്പിക്കെട്ടിൽ നഷ്ടമില്ല. കമ്പി കെട്ടണം. അതെങ്ങനെയാ ആ ഒരു ഐഡിയ എങ്ങനെ കിട്ടിയത് ശരിക്കും?
അതപ്പോ അവര് ഇവിടെ ഒരു കുന്നത്തങ്ങടിയിൽ കെട്ടിയിരുന്നു. അവർക്ക് കുഴപ്പമില്ല, കാറ്റിന് പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ചെയ്യിക്കണം. അതായത് ഈ വാഴ കർഷകർ തന്നെ പറഞ്ഞു തന്ന ഒരു ഐഡിയ എന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഈ ഊന്ന് നമ്മൾ ഓരോ വർഷം പുതിയത് ഊന്ന് മേടിച്ച് വെക്കുന്നതിനേക്കാളും ഒരു ലാഭം നമുക്ക് കാറ്റാടിയെ കിട്ടുക. കാറ്റാടി ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട് മുളയെടുത്തു. അത് ഈ കാറ്റാടിയെല്ലാം പച്ചതാണ്. കട കൊടുത്താൽ നമ്മൾ തന്നെ അങ്ങനെ പിടിക്കുമ്പോ കൊടുത്തു. ഇവിടെ നാടൻ മുളയുടെ ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പം ഈ ഊന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ ഈ കമ്പി കെട്ടുന്നതിന് ചെലവ് എങ്ങനെയാ വരുന്നത്? ഊന്നതിനേക്കാളും ചെലവ് കുറവാണ്. ഇതിപ്പോ ഏകദേശം എത്ര വർഷം നമുക്ക് കിട്ടും? ഇതിപ്പോ അവരുടെ കണ്ടീഷൻ പ്രകാരം 3 വർഷം. അതിപ്പോ നമുക്ക് 2 വർഷമെങ്കിലും കിട്ടുന്നതായിരിക്കും. ഇതിപ്പോ കെട്ടിയതിന് ശേഷം എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ ഗുണം കാണുന്നുണ്ടോ? കാരണം ഇപ്പൊ തന്നെ വാഴകൾ കുറെ ഒക്കെ കൊലച്ചു തുടങ്ങി. അപ്പൊ അത് ഇപ്പൊ കാറ്റില് വാഴയ്ക്ക് കുഴപ്പം കാണില്ല. ഇപ്പൊ ഇവിടെ നാളത്തെ മഴയ്ക്ക് ചെറിയൊരു കാറ്റുണ്ടാവില്ല. അതായത് ഓണത്തിനായിട്ട് വെച്ചിട്ടുള്ള വാഴയാണ്. അതിപ്പോ നമുക്ക് ആദ്യം കൊലക്കുന്നത് നോട്ടത്തിന്റെ പോലെ. ശരി നേരത്തെ ആയിപ്പോയി. നമ്മൾ ഈ കാഴ്ചക്കൊല രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പം കുഴപ്പം വെട്ടാതെ സൂക്ഷിച്ച് അങ്ങനെ ഇല്ല. വാഴ കൃഷിയുടെ സാധ്യതകളെ പറ്റി പറയുമ്പോഴും അവയുടെ പരിപാലനത്തിനു വേണ്ട ചിലവുകളെക്കുറിച്ചും നാം കൃത്യമായി അറിഞ്ഞിരിക്കണം. 5000-ഓളം വരുന്ന നേന്ത്രവാഴകൾ പരിപാലിക്കുന്നതിനും മറ്റുമായി ഏകദേശം 12 ലക്ഷത്തോളം രൂപയാണ് ഓരോ വർഷവും ചെലവ് വരുന്നത്. കാരണം ഓരോ ദിവസവും 8 പേരോളം ജോലിക്കാർ ഇവിടെ കൈമെയ് മറന്ന് അധ്വാനിക്കുന്നു. ഇപ്പം എത്ര ദിവസം ഇടപെട്ടിട്ടാണ് ശരിക്കും നമ്മൾ ഇതിന്റെ നനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? 4 ദിവസത്തുമ്പോ നനയ്ക്കുന്നുണ്ട്. ഇവിടെ വെള്ളത്തിനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. തവണ പിന്നെ വെള്ളമൊന്നുമില്ല, അവിടുത്തെ കമ്മിയുള്ളൂ. അതെ. അല്ല എങ്കിലും നമുക്ക് ഇവിടെ കുളമോ അല്ലെങ്കിൽ കിണറുകളോ അങ്ങനെ കുളമുണ്ടല്ലേ? 1 ഏക്കർ സ്ഥലത്ത് കുളമുണ്ട്. ഒരു വാഴയ്ക്ക് ശരാശരി 210 രൂപയോളം ചെലവ് വരുമ്പോൾ ചുരുങ്ങിയത് 300 വാഴയോളം പല വിധത്തിൽ തകർന്നും നശിച്ചും പോകുന്നുണ്ട്. കാറ്റുവീഴ്ച മൂലം കഴിഞ്ഞ വർഷം 1000 വാഴകൾ നഷ്ടമുണ്ടായപ്പോൾ ഇത്തവണ അതിന് പരിഹാരമായിട്ടാണ് ഊന്നുകൾക്ക് പകരം കമ്പി കെട്ടുന്ന രീതിയിലേക്ക് ഇവർ ചുവടുമാറിയത്. പാടത്തിന്റെ മധ്യേയുള്ള പ്രദേശമായതുകൊണ്ടും കാറ്റ് അധികമായി വരുന്നതുകൊണ്ടും ഇത്തവണ ഈ കമ്പികെട്ടൽ പ്രയോഗം വളരെ പ്രയോജനകരമായി എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ വാഴ പണ്ടത്തെ രീതിയിലത്തെ മാതിരിയല്ല. ഊണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഊണിന് ഒരുപാട് പൈസ വരും. 10-120 രൂപ ഒരു ഊണിന് വരും. അത് നമ്മൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് കമ്പിമേലാണ് ഊണിന് പാരം ചെയ്യണത്. അത് ഈ ഊണിൻ്റെ അത്ര പൈസയും വരില്ല. നമുക്കൊരു 3 കൊല്ലത്തോളം നമുക്ക് ഇത് ചെയ്യാം. ഇപ്രാവശ്യം വരൾച്ച 2 മാസത്തോളം നമ്മുടെ വാഴകൾക്ക് നനയ്ക്കാൻ പോലും പറ്റിയില്ല. സാറ് കുളം കുത്തി ഇത്രയും പൈസ ചിലവാക്കി 5-8 ലക്ഷം രൂപയോളം ചിലവാക്കി കുളം കുത്തി കുളത്തിൽ വെള്ളമില്ല. എന്ത് ചെയ്യാം, മൊത്തം വരൾച്ചയായി. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ കുഴികളിൽ നിന്നൊക്കെ പൈപ്പ് കൊണ്ടും പിന്നെ എല്ലാ പണിക്കാരും കൂടി കണ്ടമാനം 5-6 പണിക്കാരെ കൂടി ചെറിയ ചെറിയ പൈപ്പിട്ട് അവിടെ കൂടിയൊക്കെ നനച്ച് കുറേ വാഴകൾക്ക് നന്നായി ക്ഷീണം പറ്റിയിട്ടുണ്ട്. 10-12 കിലോ 13 കിലോ തൂക്കം വരുന്ന കായകൾ 6 കിലോ 5 കിലോ ആ ഒരു ഇതിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ കണ്ടമാനം വാഴകൾ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ക്ഷീണം ബാധിച്ചു. തെങ്ങുചെത്ത് തൊഴിലാളിയായ ബിജുവിന്റെ ജോലിക്ക് ശേഷമുള്ള സമയമാണ് കൃഷിക്കും വാഴയുടെ പരിപാലനത്തിനുമായി മാറ്റിവെക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം തന്നെ സഹായിക്കുന്നത് അച്ഛനും കുടുംബാംഗങ്ങളുമാണെന്ന് ബിജു സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വാഴയ്ക്ക് 2 രൂപ വച്ച് ഇൻഷുർ ചെയ്തിട്ടുള്ളതിനാൽ ഒടിഞ്ഞു പോകുന്ന വാഴകൾക്ക് 50 രൂപയും കുലയ്ക്കാതെ പോകുമ്പോൾ 15 രൂപയും ലഭിക്കുമെന്ന് ബിജു പറയുന്നു. എങ്കിലും ഒരു വാഴയ്ക്ക് വരുന്ന ചിലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് തുലോം കുറവാണെന്നത് സത്യവുമാണ്. വാഴകൾ കൂട്ടത്തോടെ കാറ്റിൽ നശിക്കുമ്പോൾ അതിന് സഹായമായി കൃഷിഭവനും മറ്റും കാര്യക്ഷമമായി മുന്നോട്ട് വരേണ്ടതുണ്ടെന്ന് ഇവർ ഊന്നിപ്പറയുന്നു. പിന്നെ നമുക്ക് പേടിക്കേണ്ട കേസ് കാറ്റാണ്. കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 150 വാഴ പോയി. കൃഷിഭവനിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നോക്കി അവർ കാര്യങ്ങളൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിൽ നിന്നുള്ളൊരു വന്ന് പറമ്പിലെ വാഴകളും പച്ചക്കറികളൊക്കെ ഒന്ന് നോക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷിക്ക് ഇത്തിരി കൂടി ഇതാവും. കൃഷി ഒരു ഉപജീവനം എന്നതിലുപരി അതിലുള്ള താല്പര്യമാണ് ബിജുവിനെയും കുടുംബത്തെയും ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ
ബിജുവിനെ കൃഷിക്കായി ഈ സ്ഥലം വിട്ടുകൊടുത്തത് എറണാകുളം സ്വദേശി ജോജുവാണ്. അദ്ദേഹത്തിൻ്റെയും പിന്നിലുള്ള ചേതോവികാരം കൃഷിയെ കാണുവാനും കൃഷി ജോലികളിൽ ഏർപ്പെടുവാനുമുള്ള വലിയ താല്പര്യം തന്നെ. നമ്മുടെ ഈ പറമ്പിന്റെ മുതലാളി ജൂജു എന്നാണ് ആളുടെ പേര്. ആള് ഈ പറമ്പിൽ എല്ലാ കാര്യത്തിനും വരും, എല്ലാ കൃഷിയിലും എല്ലാ കാര്യങ്ങളും വന്ന് ചെയ്യാറുമുണ്ട്. പിന്നെ ആൾക്ക് കൃഷിയോട് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാനും സാറും കൂടി ഷെയറായിട്ടാണ് ഇതിൽ കൃഷി ചെയ്യണത്. ഇതിപ്പോൾ അവിടെ കുളം പണിക്ക് വേണ്ടി മര്യാദ പൈസ ചിലവാക്കലും അതുമാതിരി കൃഷിയോടും എല്ലാ കാര്യങ്ങളും ആൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ജൈവത്തിൻ്റെ ഇത് വരണ കാരണം ഇവിടെ തൊഴുത്ത് ഞങ്ങൾക്ക് പണിത് തരാനും അതിലേക്ക് പശുക്കളാനെ മേടിച്ചു തരാനും എല്ലാത്തിനും ആള് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൊഴുത്തിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ പണികൾക്ക് നോക്കാൻ ഇപ്പോൾ ഞാൻ അടുത്ത ആഴ്ച സാറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ഞങ്ങളുടെ സാർ ചെയ്തു തരുന്നുണ്ട്. ഓണത്തിന് മാത്രമല്ല ഓരോ ദിവസവും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേന്ത്രപ്പഴവും നേന്ത്രക്കായയും നേന്ത്രൻ വിഭവങ്ങളും നമുക്ക് മുന്നിൽ നിരത്താൻ ബിജുവിനെ പോലുള്ള നിരവധി കർഷകർ കേരളത്തിലുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.